നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യതാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ നല്ല പകൽവേളയിൽ നമ്മുടെ രക്ഷകനും മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം. ജോൺ 19:13. യോഹന്നാൻ 19-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കാം. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. ഇന്നലെ നമ്മൾ ആവർത്തിച്ചതുപോലെ 3Gയുടെ സെക്കൻഡ് G. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ 3G പറഞ്ഞിരുന്നു. ആമയ്ക്ക് പറയാമോ 3G ഏതൊക്കെയാന്ന്? ഇൻ ഓർഡറിൽ പറയാമോ? ഗെത്സമന, ഗബദ, ഗോൽഗോത്ത. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചേ? ഗെത്സമന. ഇന്ന് ഈ പകലിൽ നമ്മളൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു ഗബദ. ഗബദയും ഗോൽഗോത്തയും കൂടെ ഒന്നിച്ച് ധ്യാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ പരിധിക്കകത്ത് ചുരുക്കമായിട്ട് ഞാൻ ഈ വാക്കുകൾ പറയാം. ഗബദ, GABBATH, ഗബദ. എബ്രായ ഭാഷയിലെ ഒരു വാക്കാണ് ഗബദ. അതിന് കൽത്തളം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. ഗെത്സമനയിൽ യേശുവിനെ പിടിച്ചു. ഇന്നലെ നമ്മളത് പറഞ്ഞാണ് പ്രാർത്ഥിച്ച വൈകിട്ട്. അവിടുന്ന് യേശുവിനെ നേരെ 4 സുവിശേഷത്തിലും വ്യത്യസ്തമായ നിലയിലാണ് എഴുതിയിരിക്കുന്നത്. പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ആദ്യ സമയങ്ങളിൽ പീലാത്തോസും യേശുവും മാത്രം എന്ന് പറഞ്ഞാൽ രഹസ്യമായ ചില വിധികാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നീ പറഞ്ഞു ശരിയാണോ എന്നൊക്കെ അറിഞ്ഞ് രഹസ്യമായ ചില മേഖലകളിൽ യേശുവും പീലാത്തോസും കൂടെ സംസാരിക്കുന്നു. യേശുവിൽ നിന്നും വ്യക്തമായ മറുപടികൾ ലഭിച്ച ശേഷം പീലാത്തോസ് പരസ്യവിസ്താരത്തിനു വേണ്ടി, നിങ്ങൾ കേട്ടേ, പരസ്യവിസ്താരത്തിനു വേണ്ടി യേശുവിനെ പുറത്തു കൊണ്ടുവരുന്നു. ആ പരസ്യവിസ്താരം നടക്കുന്ന സ്ഥലമാണ് ഗബദ. അവിടെ പീലാത്തോസും യേശുവും മാത്രമല്ല, പീലാത്തോസുണ്ട്, യേശുവുണ്ട്. യേശുവിനെതിരെ കുറ്റമാരോപിക്കുന്ന വലിയ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും യഹൂദ മത നേതാക്കന്മാരുടെയും വലിയ കൂട്ടമുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കാൻ ഒരു വലിയ ജനസമൂഹമുണ്ട്. അതിൻ്റെ നടുവിലാണ് യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഗെത്സമനയിൽ യേശുവിനെ പിടിക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ ഗബദ യേശുവിനെ പരസ്യമായി ന്യായം വിസ്തരിക്കുകയും ശരീരം മുഴുവനും തകർക്കുകയും ചെയ്ത സ്ഥലമാണ് ഗബദ എന്ന് പറയുന്നത്. എന്താണ് ഗബദയിൽ യേശുക്രിസ്തു അനുഭവിച്ചതെന്നും അതിനകത്തൂടെ ദൈവസഭയ്ക്ക് കർത്താവ് കൈമാറിയ സന്ദേശം എന്താണെന്നും ഒന്ന് ധ്യാനിച്ച് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തിയെന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യെശയ്യാ പ്രവചന പുസ്തകത്തിനകത്ത് പറഞ്ഞ വേട് നമ്മൾ ആവർത്തിച്ച്
നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ അടിപ്പിണർ അവൻ്റെ ശരീരത്ത് വെളിപ്പെട്ട സ്ഥലമാണ് ഗബദ, അല്ലെങ്കിൽ ഈ കൽത്തളം എന്ന സ്ഥലം. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരുവനെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ അങ്ങനെ ഒരു തൂക്കിക്കൊലയൊക്കെ കുറവാണ്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അവനെ സാധാരണ നിലയിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലത്തില്ല. ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് വരെ വേണം, അവന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വരെ വേണം. ഞാനിങ്ങനെ ചോദിക്കുന്നത്, കൊല്ലാൻ ഒഴുകുന്നവൻ എന്തിനാ ഫിറ്റ്നസ്? ഒരിക്കലും നിയമം അനുശാസിക്കുന്നില്ല ഫിറ്റ്നസ് ഇല്ലാതെ. അവൻ്റെ ശരീരത്ത് എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും മുറിവുകളോ ഉണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊല്ലത്തില്ല, അത് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഈ നിയമം റോമിലും നിലനിന്നിരുന്നു. പക്ഷേ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ കാലത്ത്, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ നിയമങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല. അവിടെയും ക്രൂശിലേറ്റുന്നതിന് മുമ്പ് ആ ശരീരത്തിൽ എന്തെങ്കിലും ഊനമുണ്ടെങ്കിൽ ആ ശരീരത്തെ ക്രൂശിലേറ്റാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ യേശു കർത്താവിനെ നോക്കിയേ, യേശുവിനെ ക്രൂശിലേറ്റുന്നതിന് മുമ്പ് യേശുവിൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഊനത ഉണ്ടായിരുന്നോ? ആ തലമുടി തൊട്ട് കാൽപാദം വരെയും തകർന്നിട്ടാണ് യേശു കാൽവറിയിലേക്ക് പോയേ. അപ്പുറം ഇപ്പുറയും കിടക്കുന്ന കള്ളന്മാരെ നിങ്ങൾ നോക്കിക്കേ. ആമേൻ. ഒന്നെങ്കിൽ ഒന്ന് കുറയെ 40 അടി 39 അടി അടിച്ചിട്ട് പറഞ്ഞു വിടണം. അല്ല എങ്കിൽ ഈ അടി അടിക്കാതെ അവനെ മുറിവേൽപ്പിക്കാതെ വേണം കാൽവറിയിലേക്ക് കൊണ്ടുപോകാൻ. കാൽവറി ക്രൂശിൽ അപ്പുറവും ഇപ്പുറവും, ക്രൂശിൻ്റെ അപ്പുറവും ഇപ്പുറവും കടന്ന ആ കള്ളന്മാരുടെ ശരീരത്ത് ഒരു മുറിവുകളുമില്ലായിരുന്നു. എന്നാൽ എന്താണ് ആ മുറിവിലൂടെ സംഭവിച്ചെന്നറിയാമോ? ആ മുറിവ് ഇന്ന് പകലിലും ഞാൻ രോഗിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് ക്ലെയിം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് എന്നാ ഉണ്ട്? സൗഖ്യമുണ്ട്. ഇന്ന് പകൽക്കാലം വായകളെല്ലാം തുറന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറഞ്ഞ്, അവൻ്റെ അടിപ്പിണരാൽ, ആമേൻ, അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പീലാത്തോസുമായിരിക്കുന്ന ആ ഒരു ഭാഗം പറഞ്ഞിട്ട്, നമ്മൾ ഇന്നലെ അതൊന്നും ഒരല്പം ഒന്ന് ധ്യാനിച്ചിരുന്നു. ഈ കൽത്തളത്തിൽ വെച്ച്, ഈ ഗബദയിൽ വെച്ച് യേശു കർത്താവിനെ മനഃപൂർവ്വം അതിനകത്തൊന്ന് ഒഴിവാക്കി നിർത്താൻ പീലാത്തോസ് ആഗ്രഹിക്കുന്നു. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് അന്ന് രാത്രിയിൽ സ്വപ്നത്തിൽ അവള്, എനിക്ക് തോന്നുന്നു ലൂക്കോസിൻ്റെ മത്തായി സുവിശേഷത്തിൽ അതൊന്ന് എഴുതിയിരിക്കുന്നു. സ്വപ്നത്തിലൊന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം. സോറി 27-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ന്യായാസനത്തിൽ, മാത്യു 27:19, അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച്, നിന്റെ ബുക്ക് എന്ത് ചെയ്യേ? വേർ ഈസ് യുവർ ബുക്ക്? എന്ത് ചെയ്യേ? ബുക്ക് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചേ. ന്യായാസനത്തിൽ ഇരുന്ന് യേശുവിനെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് പീലാത്തോസിനെ എന്ത് ചെയ്യുന്നു? വിളിപ്പിച്ചിട്ട് അവൻ്റെ ഭാര്യ പറയുന്നൊരു വേടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. നോക്കിക്കേ, പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നു യേശു ആരാണ്? നീതിമാനാണ്. ഞാൻ ചില മാസം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ രക്തം, ശുദ്ധിയുള്ള രക്തം ഞാൻ ഇന്ന് ശുശ്രൂഷിക്കണമെന്ന് ഓർത്ത, പക്ഷേ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കുറേയും കൂടെ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടൊരു 10-15 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
ആ ഭാഗം നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ഞാൻ ദൈവം സഹായിച്ച നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിനകത്ത് ഒരു സൺഡേ ഞാനത് ശുശ്രൂഷിക്കാം. യേശു നീതിമാനാണെന്ന് ആരൊക്കെ പറഞ്ഞെന്ന് ഉള്ള ആ കുറേ തെളിവുകൾ ഞാൻ 7-8 എണ്ണം എഴുതി. എനിക്കൊന്ന് 14-15 എണ്ണം എവിടെയൊക്കെ ഒളിച്ചിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് എടുത്തിട്ട് ഈ ന്യായം വിധിക്കുന്നവൻ്റെ ഭാര്യ പറയുന്നു അവൻ ആരാണ്? നീതിമാനാണ്. നീതിമാൻ്റെ രക്തത്തിൽ നീ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടെ, അതിനകത്തൊന്നൊരു ഒരു 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 ദൈവിക വചനം പറയാം. പീലാത്തോസാണ് ന്യായം വിധിക്കുന്നത്. ബീലൂടെ ശ്രദ്ധിക്കും പ്ലീസ്. പീലാത്തോസാണ് ന്യായം വിധിക്കുന്നത്. പക്ഷേ ദൈവം സ്വപ്നത്തിൽ ആരോട് ഇടപെടുന്നു? പീലാത്തോസിൻ്റെ ഭാര്യയോട് ഇടപെടുന്നു. ദൈവം അങ്ങനെയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നേരിട്ട് സംസാരിക്കുന്ന ദൈവം, എന്നാൽ എനിക്ക് വേണ്ടി സ്വപ്നത്തിൽ ചിലതിനോടൊക്കെ ഇടപെടും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. ദൈവം നമുക്ക് വേണ്ടി ചിലവരുടെ ഉറക്കത്തെ കെടുത്തിയിട്ട് ദൈവം സ്വപ്നത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാനത് ആഴമായിട്ട് വിശ്വസിക്കുന്നു. ആമേൻ. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വേടുണ്ടത്. ആമേൻ. സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടു. ഇന്ന് പകൽക്കാലം സ്വപ്നത്തിൽ ദൈവം ഇടപെടും. എന്നിട്ട് പറയുകയാണ്, നീതിമാന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഹല്ലേലൂയ. അയർലൻഡിൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറ, എനിക്ക് വേണ്ടി ദൈവം നേരിട്ട് സംസാരിക്കും. എനിക്ക് വേണ്ടി ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കും. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഈ ഗബദയിൽ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ പാടിയതുപോലെ പത്രോസ് എങ്ങനെ പോകുന്നു? അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചത്. യേശുവിനോട് നേരത്തെ തന്നെ യേശു പത്രോസിനോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടായിരുന്നു, നീ ഇന്ന് പ്രഭാതത്തിൽ കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഒരു വോയിസ് കേട്ടു. അത് കൃത്യമാണ്. ഇസ്രായേലിൽ പലസ്തീനിൽ എന്തില്ലെന്നറിയോ? കോഴിയില്ല. ഓൾറെഡി കോഴിയില്ല. ആ തണുപ്പിൽ അത് വളരത്തില്ല. രണ്ടാമത്തെ കാര്യം, കോഴി യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് നിഷിദ്ധമാണ് അവർക്ക്. ഈ എന്നെ പറയുന്നത് കുളമ്പ് പിളരാത്ത അതിനെ ഭക്ഷിക്കാൻ. പക്ഷെ നമ്മൾ ഈ കോഴി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കാണുന്ന പൂവൻകോഴി, മൊത്തം പൂവൻകോഴിനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വേറൊരു ബുക്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് കേട്ടത്, ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു. വേറൊരു ബുക്കിൽ ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പോൾ, ആമേൻ സ്തോത്രം, നമ്മുടെ തോമസ് ഊട്ടി ബ്രദർ വന്ന ബുക്കിനകത്തും അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കോഴി കൂവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഏറ്റവും പ്രഭാതത്തിൽ മനുഷ്യരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന എന്താണ്? കോഴി കൂവുന്നു കേട്ടിട്ടില്ലേ? ആ ഒരു കൺസെപ്റ്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഈ ഈ ഈ ഈ ഈ ഈ പട്ടണത്തിൻ്റെ ഈ പട്ടണ ഗോപുരത്തെങ്കിൽ നമ്മുടെ ഈ ചില തിരുവനന്തപുരം പട്ടണത്തും കോട്ടയത്തും ഒക്കെ ഉണ്ട്, വലിയ അലാം അടിക്കുന്നത് കേട്ടിട്ടുണ്ട്. സൈറൻ കൂവുന്ന് കേട്ടിട്ടില്ലേ? സൈറൻ അടിക്കുന്നേ, ജസ്റ്റ് ഒരു സൈറൻ അടി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സൈറൻ അടിക്ക് ഇസ്രയേലിൽ പറയുന്നത് കോഴി കൂവുക എന്നുള്ളതാണ്. ലിറ്ററലി നമ്മൾ ഈ കാണുന്ന 2 കാലം നടക്കുന്ന കോഴിയെ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സൈറൻ മുടങ്ങുന്നതിനെയാണ് ലിറ്ററലി എന്ത് ചെയ്യുന്നത്? ബൈബിളിനെ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കണം. ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഈ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്. യേശു പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ ഒരു വലിയ ആൾക്കാർ തടിച്ചു കൂടുന്നു. യോഹന്നാൻ സ്നാപകൻ അവരെ അഭിസംബോധന ചെയ്ത് വിളിച്ച പേരെന്നായിരുന്നു? എങ്ങനെ വിളിച്ചേ?
ഒന്നും വിളിച്ചിട്ട് സ്നേഹത്തോടെ മോനെ, ചക്കരെ, പൊന്നെ, എടാ ബാടാ എന്ന് വിളിച്ചിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയും കൂടെ ഒന്ന് വിളിക്കുവാണല്ലോ. ഒരു വെച്ചാ സർപ്പസന്തതികളെ. പക്ഷേ അത് കേട്ടവർക്ക് പരാതിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ആ ഒറ്റ പേര് നമ്മൾ ഓർത്തു, ഈ യോഹന്നാൻ്റെ കൾച്ചർ, യോഹന്നാൻ എന്നെ മനുഷ്യൻ, അവൻ്റെ സംസാരം എന്തോ സംസാരമാണ്. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു വിളിക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. ഇത് യഹൂദ മരുഭൂമിയിലാണ് നിൽക്കുന്ന യേശു പ്രസംഗിക്കുന്നത്, യോഹന്നാൻ പ്രസംഗിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഏത് നദി? യോർദാൻ നദി. യഹൂദ മരുഭൂമിയിൽ യോർദാൻ നദിയിൽ. അതിൻ്റെ യഹൂദ കൾച്ചർ ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ ഈ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ കേട്ടോണം. യോഹന്നാൻ്റെ പ്രസംഗം എന്തായിരുന്നു? മാനസാന്തരത്തിൻ്റെ സുവിശേഷമായിരുന്നു അല്ലേ? എന്താ പ്രസംഗിച്ചേ? ഇന്ന് നിങ്ങൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്നും ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങളെ ആര് ഫലം കായ്പീൻ എന്ന് പറഞ്ഞുള്ള ആ പഴയ പരിപാടിയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അടുത്തത്, ഇപ്പോൾ തന്നെ അടുത്ത വീട്, വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി നിന്ന് ഇങ്ങനെ ചാരി വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞേ. എന്തിനാ വൃക്ഷത്തിന് ചുറ്റി കോടാലി വെച്ചിരിക്കുന്നേ? വെട്ടിക്കളയാൻ. കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. പക്ഷെ അതിന് ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കുക. ഇത് കേട്ടപ്പം കേൾവിക്കാർക്ക് മുഴുവനും ടെൻഷനായി. കേൾവിക്കാർക്ക് മുഴുവൻ ടെൻഷൻ. അവരെല്ലാവരും ഓടിക്കൂടി നിൽക്കുക. ഇപ്പം എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അവരെ വിളിച്ച പേരാണ് സർപ്പസന്തതിയെ. ഓ ഹല്ലേലൂയ! അവരെ വിളിച്ച പേരാണ് സർപ്പസന്തതി. അവിടെ ഉള്ളവർക്കും യോഹന്നാൻ സ്നാപകനും ശരിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്കിവിടെ മനസ്സിലാകത്തില്ല. പാമ്പില്ലാത്ത അയർലൻഡിൽ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നവരുടെ ഇടയിൽ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്താണെന്നറിയാം എൻ്റെ റീസൺ? ഇത്രയേ റീസണുള്ളൂ. ഈ മരുഭൂമിയിൽ വളരുന്ന പാമ്പുകളുണ്ട്, വിഷപ്പാമ്പുകൾ മരുഭൂമിയിലുണ്ട്. ഈ മരുഭൂമിയിൽ ഈ പാമ്പ് വളരുക നിങ്ങളുടെ ചിന്തയിലോട്ട് കൊണ്ടുവന്ന് ഞാൻ അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കാം. മരുഭൂമിയിൽ മണലിൻ്റെ മേളിൽ പാമ്പ് കിടക്കുന്നു. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ കേട്ടെ. സർപ്പസന്തതി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു കൃത്യമായിരിക്കുന്ന ഒരു കാര്യം പറയാൻ പോവാ. മരുഭൂമിയിൽ കൂടുതൽ എന്താ ഉള്ളത്? മണല്. സൂര്യൻ്റെ ചൂട് മേളിൽ നിന്നടിക്കുമ്പോൾ മണൽ എന്ത് ചെയ്യും? ചൂട് കൂടും. ഈ പാമ്പ് മരുഭൂമിയിലാണ് കിടക്കുന്നത്. ഈ ചൂട് കൂടുമ്പോൾ പാമ്പിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നിന്ന് ചൂട്, ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് മരുഭൂമിയിലെ ഈ മണൽ അങ്ങ് പഴുത്തിട്ട് ഇത് കിടക്കുന്ന ഈ മണൽ ഇപ്പം എന്തായി കിടക്കുക? ചൂടായി കിടക്കുക. എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഏറ്റവും വളരെ കട്ടി കുറഞ്ഞ സ്കിന്നാണ് അതിൻ്റെ ഈ വയറുവശം. പാമ്പ് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പം ഈ ചൂട് മേളയിൽ നിന്നും താഴെ നിന്നും വരുമ്പം ഈ പാമ്പിൻ്റെ ആരോഗ്യത്തിന് അതൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ വയറുഭാഗം, മണ്ണിൽ കൊള്ളുന്ന ഭാഗം, അത് പൊട്ടിയിട്ട് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് മുഴുവൻ അറിയാം, ചൂട് കൂടുമ്പം ഈ മരുഭൂമിയിൽ കിടക്കുന്ന പാമ്പ് മുഴുവൻ എന്ത് ചെയ്യുന്നറിയോ? എഴയും. യഹൂദ മരുഭൂമിയിൽ നിന്ന് എഴഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന യോർദാനിൽ ചാടും. ശരീരം എന്ത് ചെയ്യും? അവിടെ കിടത്തി തണുപ്പിക്കും. ശരീരം തണുത്ത് കഴിഞ്ഞ് അവൻ തിരിച്ച് എന്ത് ചെയ്യുന്നറിയോ? പഴയ മരുഭൂമിയിലേക്ക് തന്നെ. ഈ ഒരു സത്യം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഫലം തരാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, അവൻ വെട്ടി തീയിലിട്ട് കളയുമെന്നുള്ള യോഹന്നാൻ ആ സ്നാപകന്റെ കഠിനമായ വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ടിട്ട് ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യാൻ നിൽക്കുക? യോർദാനിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. അവരെ വിളിച്ച പേരാണ്, നിങ്ങൾ സർപ്പസന്തതി ആവുകയാണോ? ഈ പാമ്പിൻ്റെ മക്കളാവുകയാണോ? പാമ്പ് എന്തിനാ വെള്ളത്തിലിറങ്ങിയേ? നാളെ തൊട്ട് സഭാരാധനയ്ക്ക് പോകാൻ വേണ്ടി, സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാണോ? അല്ല.
കാര്യസാധ്യത്തിന് വേണ്ടി. പെട്ടെന്നുള്ള മരണത്തിനകത്തുനിന്ന് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ചിലതിനെ രക്ഷപ്പെട്ട് കയറി പോകാൻ വേണ്ടി ഇട്ടതാ എന്ന് പറഞ്ഞതുപോലെ സ്നാനപ്പെടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനെ സർപ്പസന്ധി എന്ന് വിളിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകൻ അതിനകത്തുനിന്ന് ആ വിളിച്ചതിൻ്റെ അർത്ഥം കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ എൻ്റെ വാക്ക് കേട്ടിട്ട് ഇപ്പോൾ വരുന്ന ഈ അപകടത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ സ്നാനമേറ്റത്? അങ്ങനെയാണെങ്കിൽ ഈ സർപ്പത്തെ പോലെ തിരിച്ച് നാളെ പ്രശ്നം കഴിയുമ്പോൾ എന്തു ചെയ്യും? ഇന്ന് പകൽക്കാല കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ, രോഗം മാറാൻ, പ്രശ്നം മാറാൻ സ്നാനപ്പെട്ടതല്ല ഇവിടെ. അങ്ങനെയുള്ള ഒത്തിരി പേര് സ്നാനത്തിന്റെ വില എന്തെന്നറിയാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ വചനപ്രകാരം വാതുറന്ന് പറ, കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെട്ടത്. രോഗമോ പ്രശ്നമോ ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ വേദനകളോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും എന്നെയോ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെയോ തമ്മിൽ വേർപിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സർപ്പസന്ധി അവരെ വിളിച്ചപ്പോൾ എലൈജയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഇരുന്നേ, വീട്ടോട്ട് വരാം രണ്ടുപേരും. സർപ്പസന്ധി എന്ന് വിളിച്ചപ്പോൾ അവർക്ക് പിണക്കമില്ല. കാരണം റീസൺ ഇതാണ്. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഉപവസിക്കുന്നതൊക്കെ എന്തെങ്കിലും കേവലം ഇവിടുത്തെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ എന്തോ ആ ഒരു ഭാഗം പറഞ്ഞു വന്നപ്പോൾ ഈ കോഴി എന്നുള്ളൊരു ഭാഗം പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ കുറേ വേടുകളുണ്ട്. അത് അന്നത്തെ കാലത്തിലേക്ക് നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. അങ്ങനെ ഗബതയിൽ യേശുവിനെ വിസ്തരിക്കുന്നു. യേശുവിനോട് ഈ ഗബതയിൽ വെച്ച് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്നെ രക്ഷിക്കാനും നിന്നെ വിട്ടയക്കാനും അധികാരമുള്ളവനാണ് ഈ ഞാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്നെ രക്ഷിക്കാനും നിന്നെ വിട്ടയക്കാനും അധികാരമുള്ളവനാണ് ഈ ഞാൻ. അതുകൊണ്ട് നീ ഒന്ന് വാ തുറന്ന് ഒന്ന് സംസാരിക്കുക, ഒന്ന് പറ, നീയാണോ രാജാവ്? നീയാണോ ഇത്? ഉടനെ യേശു പീലാത്തോസിനെ ഒന്ന് തിരുത്തി. യേശു പറഞ്ഞു, നിനക്കെൻ്റെ മേൽ അധികാരമില്ല. നിനക്കെൻ്റെ മേൽ, ഇന്ന് പകൽ എന്ന് പറയാം, ഇവിടുത്തെ യാതൊന്നിനും എൻ്റെ മേൽ അധികാരമില്ല. നിനക്കെൻ്റെ മേൽ അധികാരമില്ല. യേശു പറഞ്ഞ കാര്യമുണ്ട്, മേളിൽ നിന്നും എൻ്റെ അപ്പൻ നിനക്ക് അനുവാദം തന്നാൽ നിനക്കെന്നെ തൊടാം. വാവ്! ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൻ്റെ സിറ്റിസൺഷിപ്പിനകത്ത് ഭൂമിയിൽ ജീവിക്കുന്നവരാ. നിനക്കൊരു പ്രശ്നം വന്നാൽ, ഞാൻ വിശ്വസിക്കുന്നു ജോമോനൊരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ കൂടെ കാണുമെന്ന് പറഞ്ഞവരല്ല പത്രോസിനെ പോലെ ഓടി മറിയും. പക്ഷെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പോകത്തില്ല, മാറത്തില്ല. ഇന്ന് പകൽ എൻ്റെ ദൈവം അനുവദിക്കാതെ, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കുന്നു. എൻ്റെ ദൈവം പറയാതെ, എൻ്റെ ദൈവം വിട്ടുകൊടുക്കാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ വരാൻ ദൈവം സമ്മതിക്കത്തില്ല. പഴയ നിയമത്തിൽ പിടിക്കുന്നതാണ്. പിശാച് പിതാവിനോട് പറഞ്ഞ കേട്ടില്ലായിരുന്നു, ദൈവത്തോട് പറഞ്ഞത്. ദേശം മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് പിശാച് ദൈവത്തിന്റെ സന്നിധി ചെന്നപ്പം ദൈവം ചോദിച്ച ചോദ്യം എന്നാ? എൻ്റെ ഭക്തനായ, എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോന്നല്ലേ ചോദിച്ചേ. പറഞ്ഞു പുള്ളിയെ കണ്ടു, പക്ഷേ പുള്ളിയുടെ അടുത്തോട്ട് പോകാൻ പറ്റുമോ? നീ ഭയങ്കരം സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ. പഴയ നിയമത്തിൽ പൈശാചിക മണ്ഡലം പറയുന്നു, ഈ യോബിന് പഴയ നിയമ ഭക്തന് സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ അവന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും, ഇന്ന് പകൽ വാതുറന്ന് പറയും, ഒരു മനുഷ്യനും തൊടാൻ പറ്റാത്ത സംരക്ഷണമാണ് എൻ്റെ ദൈവം. ഓ ജീസസ്. ഈ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അവസാനം ഈ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് നടന്ന ഒരു വാറിൽ ഇന്ത്യയുടെ ഒരു നമ്മുടെ മനോരമയിൽ വന്നൊരു വാർത്ത എൻ്റെ കയ്യിൽ
അന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ വാർത്തകളൊക്കെ വെച്ച് പ്രസംഗിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. സ്തോത്രം. ഒരു വാർത്ത, ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇന്ത്യയുടെ സ്തോത്രം അംബാസഡറിനെ, പാകിസ്ഥാൻ അംബാസഡറിനെ ദൈവം തിരിച്ചു വിളിക്കുന്നു. ഇന്ത്യയുടെ പാകിസ്ഥാൻ അംബാസഡറിനെ തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ പോയി ഇന്ത്യക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ക് ഇന്ത്യ സംസാരിക്കുന്നത് പോലെയാണ്. അവിടെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്ത് ചെയ്തെന്നറിയാമോ? ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറി പോരാന്നും പറഞ്ഞല്ല വിളിച്ചേ. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ പേപ്പർ കട്ടിങ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നൊരു ഫ്ലൈറ്റ് ഒറ്റയ്ക്ക് ആ രാജ്യത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഫ്ലൈറ്റെ കയറ്റിയിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നിട്ടാണ് യുദ്ധം പരസ്യമായി പ്രഖ്യാപിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ലോകപ്രകാരമുള്ള ഒരുത്തൻ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി ഒരു ശത്രു സൈന്യത്തിനകത്തുണ്ടെങ്കിൽ ആ പ്രതിനിധിയെ പുറത്തു കൊണ്ടുവന്നിട്ട് ശേഷമേ യുദ്ധം സംഭവിക്കത്തുള്ളെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ആരാന്നറിയാമോ? വി ആർ ദ അംബാസിഡേഴ്സ് ഓഫ് ഗോഡ്. നമ്മൾ അവൻ്റെ സ്ഥാനാധിപതികളാണ്. യേശുവിൻ്റെ സ്ഥാനാധിപതികളാണ്. ദേശത്തിനകത്ത് ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ് ഷാജമർദ്ദനെ പുറത്തു കൊണ്ടുവന്നിട്ട്, ജോമോനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദേശത്തൊരു പ്രതിസന്ധി ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ഒരു പാട്ടില്ലേ? മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ, മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവേ, ഉറങ്ങില്ലവേ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതേ, ഈ ദൈവം എൻ്റെ, ചേർന്ന വരികളെന്ന് പറഞ്ഞ്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, പോറ്റുന്നവേ, പുലർത്തുന്നവേ, പാലിക്കുന്നോൻ പരമോന്നതൻ, പോറ്റുന്നവേ, പുലർത്തുന്നവേ, പാലിക്കുന്നോൻ പരമോന്ന. ചേർന്ന് ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതേ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ദൈവം അറിയാതെ യേശു പീലാത്തോസിനോട് പറയുന്ന വേടുണ്ട്: ഉയരത്തിൽ നിന്ന് അനുവാദം തരാതെ ഇവിടെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളെല്ലാം വ്യത്യസ്തമായ അധികാരത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാ. അധികാരത്തിൻ്റെ കീഴിലാണ് നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നേ. പക്ഷെ ഞാൻ പറയുന്നു, ഈ അധികാരത്തിനൊന്നും നിന്നെ തൊടാൻ എൻ്റെ ദൈവം സമ്മതിക്കാതെ, അതൊന്ന് ചേർന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവ് അനുവദിക്കാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ ലൈഫിനകത്തൊന്നും സംഭവിക്കത്തില്ല. യേശു കർത്താവ് പറയുന്നത്, ഗബദയിൽ വെച്ച് യേശു കർത്താവ് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേർഡാണ് എൻ്റെ ദൈവം അനുവദിക്കാതെ. നിങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ വാ തുറന്ന് പറയും, എൻ്റെ ദൈവം അനുവദിക്കാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ. നിസാരം. കർത്താവ് പറയുന്നു, നിന്റെ തലയിലെ മുടികൾ പോലും കൊഴിയത്തില്ലെന്നല്ല, എണ്ണപ്പെട്ടിരിക്കുന്നു. എത്ര മുടിയുണ്ട്? കർത്താവിനറിയാം ഏഞ്ചലിൻ്റെ തലയിൽ എത്രയുണ്ടെന്ന്. ഇവിടുത്തെ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും എണ്ണയൊക്കെ തേച്ച് മുടി പോകുമ്പോൾ നമ്മൾ തല തൂർത്തുന്ന ആ ടവല് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ഇന്ന് വരെ ആരെങ്കിലും എണ്ണി വെച്ചിട്ടുണ്ടോ എത്ര മുടി കൊഴിഞ്ഞെന്ന്? പക്ഷെ കർത്താവ് പറയുന്നു, എനിക്കതറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ നന്നായി അറിയുന്നവൻ ഒരുവൻ മാത്രം. ഏഞ്ചലെ, നിൻ്റെ പപ്പായും മമ്മിയും നിനക്ക് ഫുഡ് തരുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും അറിയാൻ മേലാതെ 24/7 നിന്നോടൊപ്പം ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ പപ്പ സ്കൂളിൽ കൊണ്ടാക്കി രാവിലെ 9 മണിയാകുമ്പം കൊണ്ടാക്കും. ഒരു എക്സാമ്പിൾ, 9 മണിക്ക് ശേഷം അവിടെ എന്താ സംഭവിക്കുന്നത് പപ്പയ്ക്ക് അറിയത്തില്ല.
മമ്മിക്ക് അറിയത്തില്ല. ആമേൻ, സ്തോത്രം. പക്ഷേ യേശു നിൻ്റെ കൂടെയുണ്ട്. ചേർന്ന് പറഞ്ഞ് എൻ്റെ കൂടെ, എൻ്റെ കൂടെ ആരുണ്ട്? അപ്പന് വരാൻ പറ്റാത്തിടത്ത്, അമ്മയ്ക്ക് കയറി വരാൻ പറ്റാത്തിടത്ത് ആർക്ക് കയറി വരാൻ പറ്റും? യേശുവിന് കയറി വരാൻ പറ്റും. ചിലപ്പോൾ നീ വലുതായി, നീ വലിയൊരു എക്സാമിന് കയറിയിരിക്കുമ്പോൾ, വലിയ ഇൻ്റർവ്യൂവിന് കയറിയിരിക്കുമ്പോൾ നിൻ്റെ അപ്പൻ അടുത്തിരുന്ന് പറഞ്ഞു തരാൻ, നിൻ്റെ അമ്മയ്ക്ക് അടുത്തിരുന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ കൂടെ ഇരിക്കുന്നവൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് ചോദിച്ചേ, നീ ദൈവനാമത്തിന് വേണ്ടി നിന്നപ്പോൾ നിന്റെ നന്മയിൽ മാത്രമല്ല വന്നേ. ആമേൻ. ഏഞ്ചലെ, ആമേൻ. അവരെ തീക്കകത്ത് വീണപ്പം തീക്കകത്തായിട്ട് ആരിറങ്ങി? ആമേൻ. അപ്പൻ ഇറങ്ങിയോ? അമ്മ ഇറങ്ങോ? നമുക്കൊരു ഇൻസിഡൻറ്റ്, നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, നമുക്കൊരു പ്രശ്നമുണ്ടായി. ഡോക്ടർ പറയും ICUവിൻ്റെ വാതിൽക്കൽ വന്നിട്ട് പറയും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, നീ എല്ലാവരും പുറത്ത് നിൽക്കണം. നമ്മളെ ഒറ്റയ്ക്ക് അകത്തോട്ട് കയറ്റുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ കയറിയിരിക്കുന്ന. ചേർന്ന് പറഞ്ഞ് എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം അനുവാദം തരാതെ. എന്നെ കേൾക്കുന്ന ഈ കുഞ്ഞുങ്ങളോട്, ഈ യൗവനക്കാരായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, എൻ്റെ കർത്താവ് അനുവാദം തരാതെ നിന്റെ ലൈഫിനകത്തൊന്നും സംഭവിപ്പാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. യേശു അതാണ് പറഞ്ഞത്. പീലാത്തോസേ, നീ ഈ രാജ്യത്തിൻ്റെ അധികാരിയാണ്, നിന്റെ നിയമം ഭയങ്കര ശക്തമാണ്. നിങ്ങൾ കേട്ടെ, പീലാത്തോസിനോട് ചോദിച്ചേ അങ്ങേക്ക് എന്താണ് അധികാരമുള്ളത്? പീലാത്തോസ് പറയും ഞാൻ റോമൻ ഗവർണറാണ്, എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഒരുത്തനെ വിട്ടയച്ചാൽ ചോദിക്കാൻ ആരുമില്ല, ഞാൻ ഒരുവനെ ക്രൂശിച്ചു കൊന്നാൽ ചോദിക്കാൻ ആരുമില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ചോദിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ആരെ എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് വേണ്ടി ചോദിക്കാൻ, എനിക്ക് വേണ്ടി പറയാൻ, എനിക്ക് വേണ്ടി ഇടപെടാൻ ഒരുവനുണ്ട്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു കൂട്ടരാന്നും പറഞ്ഞാൽ നമ്മുടെ മേലെ എല്ലാവരും കയറുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ചോദിക്കാനും പറയാനും എനിക്ക് അപ്പനുണ്ട്, എനിക്കൊരുവനുണ്ട്. ചോദിക്കാനും പറയാനും എനിക്ക് ഒരുവനുണ്ട്. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, നീ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നീ സങ്കടപ്പെട്ട് ആരോടും പറയാതെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ വേദനിച്ച് കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തിനാ കരയുന്നെന്ന് ചോദിക്കാൻ, എന്തിനാ നിലവിളിക്കുന്നെന്ന് ചോദിക്കാൻ ഈ ലോകത്തിൽ ആരും കാണത്തില്ല. പറ്റിയ അമ്മയോ വളർത്തിയ അപ്പനോ ഭാര്യയ്ക്കോ മക്കൾക്കോ പരിധിയുള്ളപ്പോ പരിധിയില്ലാതെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിന് ചില മിനിറ്റുകൾ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്ത് ശുഡകലരകജനക ഭ്രമണജാല ആമേൻ. ജോസു, നിനക്കറിയോ യേശുപ്പച്ചനെ എങ്ങനെയാ തല്ലിയെന്നറിയോ? എങ്ങനെയാ തല്ലിയേ? കൈ കൊണ്ടോ? വടി കൊണ്ടോ? വയറുകൊണ്ട് ചുമ്മാ തല്ലുമല്ലായിരുന്നു. ഈ വയറിങ്ങനെ ഒരു വയറായിട്ട് ഇങ്ങനെ പോകും, എന്നിട്ട് അവിടെ നിന്ന് 8 or 10 എക്സ്റ്റൻഷൻ ഇങ്ങനെ കിടക്കുക. ഇതിങ്ങനെ ഒരു വയറാന്ന് വെച്ചേ, ഈ വിരൽ പോലെ ഇങ്ങനെ പലതിങ്ങനെ കിടക്കുക. ഇതിൻ്റെ എല്ലാം എൻഡിൽ എന്നാന്നറിയോ? ഷാർപ്പ് നെയിൽ ഇങ്ങനെ കിടക്കുക. ഷാർപ്പ് നെയിൽ. ഈയം എന്ന് പറഞ്ഞാൽ ഈയക്കട്ടിയും കൂടെ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ സ്ക്രൂ പോലെയുള്ള, മറ്റത് ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പാണ്. അത് വെച്ചോണ്ടാണ് 40 അടി അവൻ്റെ പുറത്തടി, ഒന്ന് കുറയാൻ 39 അടികൾ, 39 അടികൾ അവൻ്റെ ശരീരത്ത് കൊണ്ടു. നിങ്ങൾ കേട്ടേ, അടിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ അടിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് പയ്യെ വേദനിച്ചോടാ എന്ന് ചോദിച്ച് ഓരോന്നോരോന്ന് എടുക്കുകയല്ല, അടിച്ചിട്ട് ഈ കുതിരവാല് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കുതിരവാല് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അടിച്ചു, ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചു വലിക്കുക. തിരിച്ചു വലിക്കുമ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയാനോ? ഈ ഷാർപ്പായിരിക്കുന്ന നെയിലൊക്കെ എങ്ങോട്ട് പറ്റിപ്പിടിക്കുമെന്നറിയോ? നമ്മുടെ ബോഡിയിലോട്ട് കയറും. ഓരോന്നോരോന്ന് ഊരിയെടുക്കുമല്ല, തിരിച്ചു വലിക്കുമ്പം എന്താ സംഭവിച്ചെന്നറിയോ? യേശുപ്പച്ചൻ്റെ നഖത്ത് അവിടുത്തെ മാംസവും എല്ലാം കൂടെ ഇങ്ങ് പുറത്തോട്ട് വരിക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യേശു എന്താ ഏറ്റെടുത്തേ? ഏഞ്ചൽ ചെയ്ത എല്ലാ പാപത്തിനു വേണ്ടി ഏഞ്ചൽ മേടിക്കേണ്ട അടിയാ, ഞാൻ മേടിക്കേണ്ട അടി. യേശുപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയോ? അങ്ങനെ ഒരടിയല്ല അടിച്ചേ, 39.
ഓരോ അടിക്കും. നിങ്ങൾ ഈ ജീസസിൻ്റെ ഫിലിം കാണുമ്പോൾ ആദ്യം യേശുവിൻ്റെ ശരീരത്തിൽ അടിക്കുന്നതിന് മുമ്പ് ആ ചാട്ടവാർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. തടിയേൽ ഈ തടിയേലടിച്ചപ്പോൾ ഈ തടിയേലോട്ട് ഇതെല്ലാം അങ്ങ് കൊണ്ടിരുന്നു. എന്നിട്ട് വലിച്ചപ്പം തടി പോലും എന്ത് ചെയ്തു എന്നറിയാമോ? പൊട്ടിപ്പോയി. തടി പൊട്ടിപ്പോയെങ്കിൽ നമ്മുടെ ശരീരത്തോ ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഒരു വടി കൊണ്ടല്ല അടിക്കുന്നേ, ഒരു വടിയല്ല അടിക്കുന്നേ, ഒരു വയറല്ല, ഒരു വയറിന്റെ എൻഡിൽ ഇങ്ങനെ 10ഓളം ഈ വിരൽ നിൽക്കുന്നത് പോലെ നെയിലുകൾ നിൽക്കുക, ഷാർപ്പായത്. ഇത് ഓരോ അടിക്കും 10 മുറിവ ഉണ്ടാക്കുന്നേ. എന്നിട്ട് തിരിച്ചു വലിക്കുമ്പോൾ ഈ കേക്കിനകത്തോട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈയിട്ടെടുക്കുമ്പോൾ അവിടെ പാടി വീഴി പോകുന്നത് പോലെ നമ്മുടെ ശരീരം, യേശുപ്പച്ചന്റെ ശരീരം മുഴുവനും തകർന്നു പോയി. ഒടുവിലൊരു മനുഷ്യനെ അടിച്ച സ്ഥലം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അറവുശാലയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴീനെ കൊല്ലുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇവിടെ കണ്ടിട്ടില്ല, നാട്ടിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അവിടെ മുഴുവൻ എങ്ങനെയാ ഇരിക്കുന്നേ? മുഴുവനും ബ്ലഡ് വീണ്, കണ്ടിട്ടില്ലേ? അതുപോലെയായി ഈ സ്ഥലം. എന്തിനാ യേശു ഏറ്റെടുത്ത അടി? യേശു എന്താണ് പാപം ചെയ്തേ? യേശു എന്ത് തെറ്റ് ചെയ്തു? എന്തോ? നത്തിങ്. പക്ഷെ എന്തിനാണ് യേശു അത് ഏറ്റെടുത്തേ? LAJക്ക് വേണ്ടി, ജോസിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഗബത നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞ് കൈയുടെ ഇവിടെ ഒന്ന് നെയിൽ കട്ട് ചെയ്യുമ്പോൾ അറിയാതെ മുറിഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അറിയാതെ എവിടെയെങ്കിലും ഒരു മുറിവ് വന്നാൽ എന്നെ എടുക്കും ആമി? ഞാൻ കണ്ടിട്ടുണ്ട്. ബെഡേ കടന്നിട്ട് ഒരു പില്ലോയും കൂടെ എടുത്ത് വെച്ചിട്ട് ആ പില്ലോടെ മേളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. അന്നേരം ജോസ് ഓടി വന്നിട്ട് ആമിയുടെ കയ്യെ ഞെക്കിയാലോ? ആമിയുടെ കയ്യെ ഞെക്കിയാൽ എന്താ സംഭവിക്കുന്നത്? ആമി അയ്യോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. പക്ഷെ യേശു കർത്താവിൻ്റെ ഈ മുറിവിനെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തം, നമ്മുടെ അനുസരണക്കേട് നിമിത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജോസു ഞെക്കുന്നത് പോലെ ഓൾറെഡി നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അടികൊണ്ടു. നമ്മൾ ചെയ്യുന്ന അനുസരണക്കേടും നമ്മൾ ചെയ്യുന്ന തെറ്റ് നിമിത്തം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ജോസു ആ മുറിവ് ഞെക്കുന്നത് പോലെ നമ്മൾ പോയി യേശുവിൻ്റെ മുറിവ് എന്ത് ചെയ്യുക? ഞെക്കുക. യേശുവിന് വേദനിക്കുമോ? എന്താണ് വീണ്ടും വേദനിക്കാൻ കാരണം? നമ്മൾ കാരണം. ഇന്ന് പകൽക്കാലം ഈ ഗബതയിൽ നിന്നുകൊണ്ടൊരു വാക്ക് പറയാവോ? കർത്താവേ, യേശുപ്പച്ച, ഞാൻ കാരണം അങ്ങ് വേദനിക്കാൻ ഇടയാകല്ലേ. ആമിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആമേൻ. ഏഞ്ചലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുപ്പച്ച, ഞാൻ ചെയ്യുന്ന നിമിത്തം എൻ്റെ യേശുപ്പച്ചൻ വേദനിക്കാൻ ഇടയാകല്ലേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. നമുക്കൊന്ന് പറയാമോ? ഞാൻ നിമിത്തം എൻ്റെ യേശുവിൻ്റെ മുറിവിനിയും ആഴമാകരുത്. എൻ്റെ യേശുപ്പച്ചൻ ഏറ്റ മുറിവ്, കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, ആമിയും ഏഞ്ചലും അന്നുവും ജോസുവും എലേജയും എല്ലാവരും ഒന്ന് പറഞ്ഞേ, അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടും നീ. ആ മാർവോട് ചേർന്നു കിടന്ന് ആ കുരിശ് പൊതിഞ്ഞിരുന്ന്, ആ മാർവോട് ചേർന്നു കിടന്നു ആ ചൂടിൽ തനിച്ചിരുന്ന്, ഇനിയുള്ള നാൾ പാഴാക്കാതെ
യേശുവിനായി വേല ചെയ്യും ഇനിയുള്ള പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. എനിക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് മറുപടി കേൾക്കണം. യേശുപ്പച്ചൻ്റെ ബാക്കിൽ എങ്ങനെയാ മുറിവുണ്ടായേ? അടിച്ചിട്ട് പറിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആമിക്ക് മനസ്സിലായോ? അതിങ്ങനെ കണ്ണിൽ നിന്ന് കണ്ടേ. ഇന്ന് നമുക്ക് വീട്ടിൽ പോയിട്ട് എന്നാ പാഷൻ ഓഫ് ക്രൈസ്റ്റോ ഉള്ളത് കാണാം. നമുക്ക് ഉച്ച കഴിഞ്ഞ് മൂവി ടൈമാണ്, അത് കാണണം. എനിക്കൊന്ന് അതിനകത്ത് ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നുണ്ടല്ലേ. യേശുവിൻ്റെ ആ മുറിവിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു മുറിവ് ഏഞ്ചലിൻ്റെ ശരീരത്ത് വന്നാൽ ആ മുറിവെ ആരെങ്കിലും ഒന്ന് അമർത്തിയാൽ നിനക്ക് എന്ത് പോകുന്നു? പെയിൻ കൂടുമല്ലേ? പെയിൻ കൂടും. അന്നേരം നിനക്ക് ഭയങ്കര സന്തോഷമാണോ? ഹാ ഹാ ഹാ, ഓ എനിക്ക് പെയിൻ ആയല്ലോ, ഹാ ഹാ ഹാ, അങ്ങനെയാണോ? ഓപ്പോസിറ്റാ. അങ്ങനെയാണെങ്കിൽ ആമി എന്ന് ഓർത്ത് നോക്കിയേ. ആമി യേശുപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ യേശുപ്പച്ചന് പെയിൻ കൂട്ടുവാണോ കുറയ്ക്കുവാണോ? അത് ആമിയോടെ ചോദിച്ചേ. അന്നു എങ്ങനെയാണ് ചെയ്യുന്നേ? പറഞ്ഞേ, ഓർക്ക വാ തുറന്ന് പറ. യേശുപ്പച്ചനാണുള്ള ബന്ധത്തിൽ അന്നുവിൻ്റെ, നിങ്ങൾ പേഴ്സണലി എന്ന് പറഞ്ഞേ, അന്നുവിൻ്റെ ഏഞ്ചലിൻ്റെ യേശുപ്പച്ചനായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് യേശുപ്പച്ചൻ്റെ മുറിവ് കൂടുവാണോ, ഹാപ്പി ആവുകയാണോ, അതോ ആ മുറിവിൽ നമ്മൾ ഞെക്കി വീണ്ടും വേദനിപ്പിക്കുകയാണോ, വീണ്ടും ബ്ലഡ് വരുത്തുകയാണോ? എന്താ നമ്മൾ ചെയ്യുന്നത്? ആണോ അമ്മേ? നമുക്കൊന്ന് യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു യേശു ഒന്നും ചെയ്തിട്ടല്ല, നത്തിങ്ങാ അല്ലേ? ഒന്നും ചെയ്തിട്ടല്ല താൻ അനുഭവിച്ചേ. പക്ഷേ യേശു ആമിയെയും ഈ വല്യപ്പായെയും ഈ അങ്കിളിനെയും ഈ ആൻറ്റിയെയും ഈ മമ്മീനെയൊക്കെ സ്നേഹിച്ച് യേശു അങ്ങ് ഏറ്റെടുത്തതാണ്. ഇന്ന് പകൽ ആ യേശുവിനെ അടിച്ച സ്ഥലം കാണണം. യേശുവിൻ്റെ തലയിൽ ഒരു ക്രൗൺ വെച്ചു. എന്തുകൊണ്ടുള്ള ക്രൗൺ ആയിരുന്നു? മുള്ളുകൊണ്ടുള്ള ക്രൗൺ അല്ലേ? ഇതിങ്ങനെ വെച്ചിട്ട് സൂട്ടായില്ല. സൂട്ടാകാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുറുക്ക് വെക്കത്തില്ലേ? ഹാറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചു വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ തലയിൽ ഈ നെയിൽ കൊണ്ട്, മുള്ളുകൊണ്ട് ഒരു ക്രൗൺ വെച്ചിട്ട് അത് സ്യൂട്ടായില്ല. താഴെ പോകാൻ തുടങ്ങിയപ്പോഴത്തേന് എന്ത് ചെയ്യുന്നറിയോ? നോ അവിടെ നിന്ന് ഒരു പടയാളി കയ്യിലിരുന്ന കോലുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? അടിച്ചു. സ്യൂട്ടാക്കുക. അടിച്ചപ്പോഴത്തേന് ഈ മുള്ളെല്ലാം കൂടെ എന്ത് ചെയ്തു? കയറി ഇങ്ങോട്ട് നോക്കി, അകത്തോട്ട് കയറി. ഹിസ്റ്ററി പറയുന്നത് എന്നാണെന്നറിയോ? ഒരു മുള്ളു നേരെ ഈ കണ്ണിനകത്തോട്ട് കയറിയിട്ട് ഈ കണ്ണിലെ ഇതിന് പറയുന്നത്, കൃഷ്ണമണിക്ക് പറയുന്നത് എന്തുവാ? ഐബോൾ പുറത്തോട്ട് വന്നു. യേശുപ്പച്ചൻ്റെ ഒരു പടയാളി റോമൻ നാണയം, നമ്മുടെ ഇവിടുത്തെ പെൻസില്ലേ, 2 എണ്ണം ചേർത്ത് പിടിച്ചിട്ട് യേശുപ്പച്ചൻ്റെ ഈ രോമം ഉണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു. ഇവിടെ നിങ്ങൾ കരയുന്ന എന്നാ? ഇസാക്കൊട്ടൻ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചു ഇത് പറഞ്ഞ് എന്നാ കരച്ചില്ല ഇവിടെ? അങ്ങനെയാണെങ്കിൽ ഈ പടയാളികളെല്ലാം കൂടി യേശുവിൻ്റെ ഇതെല്ലാം എന്ത് ചെയ്തു? പറിച്ചെടുത്തു. യേശുപ്പച്ചൻ ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ,
എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ യേശു അപ്പച്ചന് വേദന കൊടുക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലുണ്ടാകരുത്. ആമീ പ്രാർത്ഥിക്കണം. അന്നുവും മന്നുവും ഏഞ്ചൽ മോളും പ്രാർത്ഥിക്കണം. അതെങ്ങനെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു അനുസരണം മാത്രമാണോ? വരും ദിവസങ്ങളിൽ ഇതൊരു ക്ലാസ് എടുക്കണം. എങ്ങനെ ആ വേദനയെ നമുക്ക് യേശുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റും? യേശു പറയുന്നത് കേൾക്കാൻ, യേശുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ, യേശുവിനെ പോലെ ജീവിപ്പാൻ ഇന്ന് പകലൊന്ന് സമർപ്പിക്കണം. ഞാൻ പറഞ്ഞു വന്ന കാര്യം അത്ര കൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഈ ഗബതയിൽ കർത്താവ് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, 2 കാര്യങ്ങൾ നടന്നു. ഒന്ന് വിസ്താരം നടന്നു, 2 ഞാൻ ഈ പറഞ്ഞതുപോലെ ശരീരം മുഴുവനും തകർക്കപ്പെട്ടു. അതിനകത്ത് സംഭവിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദൈവസഭയ്ക്ക് കൊടുത്ത, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് 2 കാര്യമാണ്. ഒന്ന്, അടിപ്പിണരാൽ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. 2, ഒരു ഭയങ്കര ഉറപ്പ് നൽകി, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഉയരത്തിലെ ആമേൻ എൻ്റെ അപ്പൻ പറയാതെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പ് ആ ഗബതയിൽ വെച്ച് ഉണ്ടായി. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഞാൻ ഈ മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളു പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന എൻ്റെ കർത്താവിനെ പിടിച്ചു നിർത്തും. ഹല്ലേലൂയ. പ്രാർത്ഥന ചിലതിനെ പിടിച്ചു നിർത്തും, ചിലതിനെയല്ല. എൻ്റെ കർത്താവിനെ സ്റ്റക്കാക്കി നിർത്തുന്നതാണ് നിൻ്റെ പ്രാർത്ഥന. തിമായിയുടെ മകനായ ബർത്തുലമായി നിലവിളിച്ചു. യേശു എന്ത് ചെയ്തു? അവിടെ നിന്നു. ചിലരുടെ നിലവിളിക്ക് മുമ്പിൽ യേശു നിൽക്കുന്നു. യോശുവ പറഞ്ഞു, സൂര്യ നീ അയ്യാലൻ താഴ്വരയിൽ നിൽക്കണം. യോശുവ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്തു? ബർത്തുലമായി വിളിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും അല്ല നിന്നേ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിതാവായ യേശു എന്ത് ചെയ്തു? ഇന്ന് പകൽക്കാലം ഏഞ്ചൽ പറഞ്ഞാൽ യേശു നിൽക്കും. നിന്റെ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാതെ അവൻ അവിടുന്ന് പോകത്തില്ല. ആമേൻ. ഒരൊറ്റ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം. ജെനസിസ് 32 പറയാം. ദൈവവുമായി മല്ല് പിടിക്കുന്ന യാക്കോബിനെ കാണാം. 22-ാം വാക്യം. 32 verse 22. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് യാക്കോബ് തനിക്കുള്ളതെല്ലാം ഒരാറിൻ്റെ അക്കരം കടത്തി. എന്നിട്ട് അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിക്കുക എന്ന് പറഞ്ഞാൽ തല്ല് പിടിക്കുക, മല്ല് പിടിക്കുക. എന്താ അതിനകത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? verse 23. റസ്സിൽ എന്ന് പറഞ്ഞാൽ അവനുമായിട്ട് എന്ത് ചെയ്യുക? അടിവെക്കുക. ആരായിട്ട് അടിവെക്കുന്നു?
ദൂതൻ എന്നുവെച്ചാൽ ഓക്കെ, ദൂതൻ എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ ദൂതൻ എന്ന് പറയുന്നിടത്ത് ദൈവം തന്നെയാണ്. ഇപ്പോൾ യാക്കോബും ദൂതനും ദൈവം തമ്മിൽ എന്ത് ചെയ്യുക? മല്ല് പിടിക്കുക. ജോസ് വന്നേ. യാക്കോബും ദൂതനും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇത് ദൂതനാ, ഞാൻ യാക്കോബാ, ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫൈറ്റ് പിടിച്ചേ. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കുക. നേരം വെളുത്തു, രാത്രി തുടങ്ങിയ പണിയാ. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ദൂതൻ പറയുക അങ്ങനെ ഒരു തലമുറ ഇവിടുന്ന് എഴുന്നേൽക്കണം. ഇത് ഞാൻ നാളെ സഭയിൽ ഒന്നും കൂടി ആവർത്തിക്കും. ദൂതനെ പോലും തോൽപ്പിക്കുന്ന ഒരു തലമുറ, ദൂതനെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു തലമുറ. അവനെ ജയിക്കത്തില്ലെന്ന്. ദൂതൻ ഹെവൻലി പവർ ഉള്ളവനല്ലേ. യാക്കോബ് ഏത് പവർ നിൽക്കുന്നവനാ? ഹ്യൂമൻ പവർ നിൽക്കുന്നു. പക്ഷെ അവിടെ ജയിച്ചതാരാന്നറിയാമോ? വായിക്കത് ഇല്ലേ? വോൾട്ടറ്റും കൂടെ മേടിക്കണം. ആരോ ജയിച്ചേ അവിടെ? ജേക്കബ്. ഏഞ്ചൽ പറയാ എന്നെ വീട് ജയിക്കത്തില്ലെന്ന് കണ്ടിട്ട് ഏഞ്ചൽ അങ്ങോട്ട് കോംപ്രമൈസ് ഡീൽ ചെയ്യുന്നു. പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യാക്കോബ് നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി ചേഞ്ച് ചെയ്യും. ഓക്കെ, എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു രാത്രി മുഴുവനും ആരുമായി റെസ്റ്റിൽ ചെയ്തു? ഏഞ്ചലും ദൈവവുമായിട്ട്. ഇനി ദൈവം എന്ന് പറഞ്ഞു. തൊട്ടാഴ് ദൈവത്തോട് മല്ല് പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൂതൻ എന്ന് പറഞ്ഞെടുത്ത് എല്ലായിടും മിക്കടവും തന്നെ 99% അവിടെ ദൈവം തന്നെ എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ ദൈവവുമായി മല്ല് പിടിച്ചു. ആ റെസ്ലിങ്ങിൻ്റെ പേരെന്തുവാ? ബോക്സിങ് ആയിരുന്നോ? കരോട്ട ചെയ്യുമായിരുന്നോ? എന്തായിരുന്നു ആ റെസ്ലിങ്ങിൻ്റെ പേര്? ഒറ്റ വേട്. അതിന് ഹോശയ പ്രവാചകൻ അതിനൊരു പൊരുൾ കൊടുത്തു. ഹോശയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി. ഉൽപ്പത്തിക്കകത്ത് അതേ കാണിക്കുന്നുള്ളൂ. റെസ്ലിംഗ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ റെസ്ലിംഗിന്റെ മെത്തേഡ് എന്താണെന്ന് അടുത്ത വാക്കിൽ എഴുതി. പ്രാർത്ഥനയും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. കരഞ്ഞവനോട് എന്ത് ചെയ്തു? അപ്പം ഈ റെസ്ലിംഗ് എന്തുവായിരുന്നു? ആ റെസ്ലിംഗിന്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ദൂതനെ പോലും തോൽപ്പിക്കുന്നതാ. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു നിർത്തുന്നതാ. മറ്റൊരു വാക്കിനകത്ത് എഴുതിയിരിക്കുന്ന ഉഷസായി എന്നെ വിടെന്നാ പറയുന്നേ. എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിച്ചിരിക്കുകയല്ല. ഇവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, സ്വപ്ന പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ബിയൂല പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവിടെ നിന്ന് മാറാൻ പറ്റുന്നില്ല. അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം അയർലൻഡിൽ അങ്ങനെയുള്ള പ്രയർ വാരിയേഴ്സ്, ഞാൻ നേരത്തെ വെറും വാക്ക് പറഞ്ഞതല്ല, ആമേൻ, സ്പിരിച്വൽ വാർഫയർ നടത്താൻ ആരോഗ്യമുള്ളവർ ഈ രാജ്യത്ത് എഴുന്നേൽക്കും. അങ്ങനെ വാർഫയർ ചെയ്യാൻ പറ്റുന്നവർ ആരെ ഇതിനകത്തുള്ള? പ്രാർത്ഥനയിൽ പിടിച്ചു നിർത്തുന്ന തലമുറ, പ്രാർത്ഥനയിൽ ദൈവത്തോട് പോരാടുന്ന തലമുറ, ദൈവത്തെ പോലും തോൽപ്പിക്കുന്ന തലമുറ. മനസ്സിലായി? ദൈവത്തെ പോലും എന്ത് ചെയ്തു? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ?
ജയിക്കാൻ പറ്റാത്ത ഞാൻ പറയാം, വചനത്തിനകത്ത് ജയിക്കാൻ പറ്റാത്ത ഒരു കൂട്ടമുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവനല്ല ജയിക്കാൻ പറ്റാത്തവൻ, പ്രവചിക്കുന്നവനല്ല ജയിക്കാൻ പറ്റാത്തവൻ, മറ്റു വീര്യപ്രവർത്തി ചെയ്യുന്നവനല്ല ജയിക്കാൻ പറ്റാത്തവൻ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ വീട്? ദൂതൻ പോലും പറയാം എനിക്ക് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൂതൻ പറയാം എന്നെ ഒന്ന് വിട്. വാവ് ഏഞ്ചലേ, ഇന്ന് ദൂതന്മാരെ തോപ്പിക്കാൻ ഏഞ്ചൽസിനെ തോപ്പിക്കാൻ പറ്റുന്ന ആരാ ഉള്ളതിനകത്ത്? ഞാൻ ഈ വേട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ സാധനം പറഞ്ഞത്. ദൈവത്തെ തോപ്പിക്കാൻ പറ്റുന്ന ആരാ ഉള്ളേ? നിങ്ങൾ ഈ ഒരൊറ്റ കൺസെപ്റ്റിലേ അതിനെ ചിന്തിക്കാവുള്ളൂ കേട്ടോ. ദൈവം പോലും പറയുന്നു അവിടെ പ്രാർത്ഥനയുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ചർച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നീഡ് പറഞ്ഞേ, ചർച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നീഡ് പറഞ്ഞേ, പ്രേയർ 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 പ്രേയർ. ദൈവത്തെ പോലും പിടിച്ചു നിർത്തുന്ന, ദൂതന്മാരെ പോലും തോൽപ്പിച്ചു കളയുന്ന പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഈ 92-93 കാലഘട്ടങ്ങളിൽ ബാംഗ്ലൂരിൽ എമ്മയങ്ങളുടെ ചർച്ചിൽ ഭയങ്കര റിവൈവൽ പോലെയുള്ള ഭയങ്കര മീറ്റിങ്ങുകൾ നടന്നു. അന്ന് മീറ്റിങ്ങിനകത്തുനിന്ന് പുറത്തു വന്ന അഭിഷക്തന്മാർ ഇന്ന് ലോകത്ത് മുഴുവനും, കാനഡയിലുള്ള ആൻസൺ പാസ്റ്റർ, എമ്മയങ്ങളുടെ 2 മക്കൾ, ഒരു വലിയ ടീമുണ്ട്, ഷിജു പാസ്റ്റർ, ഇവരുടെയൊക്കെ അന്ന് ഇവരെ പോലെ അന്നേരം 92 ആ സമയത്താണ്, എമ്മങ്ങളുടെ ആ സമയത്താണ്. അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ചർച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിരുന്നു പ്രാർത്ഥനയാണ്. കർത്താവ് അവരെല്ലാം പ്രത്യേകാൽ, ഞാൻ പറയുന്നു, അവരിലൂടെ എല്ലാം കർത്താവ് തൻ്റെ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തു. ഇന്ന് പകൽ നമ്മൾ ചെയ്യും. നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത് എന്താണ്? ഞാൻ പറയുന്നു, ആമി, നിനക്ക് ദൂതനെ തോപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നടത്താവോ? സ്കൂളിൽ ഇറങ്ങാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ. സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമോ പപ്പ പ്രാർത്ഥിച്ചു വിടുവോ? ഇന്ന് നാളെ മുതൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണം. കാറിലിരുന്ന് നമ്മൾ സമയമില്ല, കാറിലിരുന്ന പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന നമുക്ക് ഏറ്റവും മാറ്റിവെക്കാൻ പറ്റുന്ന സാധനം ഏതാ? മൊബൈലോ? അനു പറയാം മൊബൈൽ മാറ്റിവെക്കാമെന്ന്. നമുക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റുന്ന സാധനം ഏതാ? ജോലി മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. GP അപ്പോയിൻമെൻറ്റ് മാറ്റിയാൽ പിന്നെ കിട്ടാൻ പാടല്ലേ. പിന്നെ ആകെ മാറ്റാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ? പക്ഷേ ആ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി. പ്രാർത്ഥനയുടെ വീര്യം ദൈവത്തെ പോലും തോൽപ്പിച്ച് കളയുന്നതാണ് പ്രേയർ. ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ പറയുന്നു, പിശാചിന് ഇൻ ക്രൈസ്റ്റ് ഫാമിലി എന്നുള്ള പേരൊന്നും പേടിയൊന്നുമല്ല, പാസ്റ്റർ എന്നുള്ള പേര് പേടിയൊന്നുമല്ല, പ്രസംഗിക്കുന്നവനെയും പേടിയല്ല, പ്രവചിക്കുന്നവനെയും ഒട്ടും പേടിയില്ല, ആരാധിക്കുന്നവനെയും പേടിയില്ല, അപ്പോസ്തലനെയും പേടിയില്ല, പ്രവാചകനെയും പേടിയില്ല, ടീച്ചറിനെയും പേടിയില്ല, ഉപദേഷ്ടാവിനെയും പേടിയില്ല. പേടിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെയാണ്. പ്രാർത്ഥന ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നതാണ്. പ്രാർത്ഥന പവറാണ്. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. നമുക്ക് തിരിച്ചു വരാം പ്രിയരെ, പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരാം. ഞാനിന്ന് രാവിലെ ഇന്നലെ രാത്രി കടന്നിട്ട് തന്നെ ഞാൻ ഏകദേശം 2:15 ഞാൻ കടന്നത്. ഞാൻ രാവിലെ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റു. വെളുപ്പിനെ എന്ന് വെച്ചാൽ 6 മണി 6 കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാനിരുന്ന് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വേടായത്.
ദൂതൻ പോലും പറയും എനിക്ക് നീ ഇവനെയും ജയിക്കാൻ. അയർലൻഡിൽ അങ്ങനെയുള്ള യാക്കോബുമാർ എഴുന്നേക്കട്ടെ. അങ്ങനെയുള്ളവർ എഴുന്നേറ്റാൽ അയർലൻഡ് നമ്മുടെ കയ്യിലായിരിക്കും. റിവൈവൽ നമ്മുടെ കയ്യിലായിരിക്കും. പ്രാർത്ഥിച്ചേ, കണ്ണുകളടച്ചേ. നിങ്ങളിത് കേൾവി സുഖത്തിന് വേണ്ടി മാത്രം കേൾക്കരുത്. യേശുവിനെ ഇനി മുറിവിനെ, കുഞ്ഞുങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ മുറിവിനെ യേശുവിൻ്റെ മുറിവിനെ ആഴം കൂട്ടരുത്. നീ യേശുവിൻ്റെ മുറിവ് കെട്ടണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളടച്ചേ, അക്കരങ്ങളൊന്ന് ഉയർത്തിക്കേ. പിശാചിന് ഈ വെളിപ്പാടറിയാം. അതുകൊണ്ട് മാക്സിമം നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് എവലിവിസുകാർ അവരുടെ സഭയെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അലോൺ വിത്ത് ടൈം, അലോൺ വിത്ത് ഗോഡ്. ഒരു ദിവസം നീ അത് കണ്ടെത്തണം. എവലിവിസുകാർ അവരുടെ ചർച്ച എത്ര ഭംഗിയായിട്ട് അവരെ ചർച്ച ഡീൽ ചെയ്യുന്നേ. ടൈം അലോൺ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടിരിക്കാനുള്ള സമയം. അത് കഴിഞ്ഞിട്ടേ അവർ മറ്റു പലതിലേക്കും ഇറങ്ങത്തുള്ളൂ. ടൈം അലോൺ വിത്ത് ഗോഡ്. യാക്കോബ് അതിന് തടസ്സമായിരിക്കാം. യാക്കോബിന് ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, അവരെന്ത് ചെയ്തു? അപ്പുറേ കിടത്തി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ ഉറക്കിക്കിടത്തി. അവരെ ബെഡ്റൂമിലേക്ക് വിട്ടു. എന്നിട്ട് ഒറ്റയ്ക്കിരുന്നു. അവനെപ്പറ്റി പറയുന്നു. പിന്നെ അവനെപ്പറ്റി ദൂതനാണ് പറയുന്നത്, എനിക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഒന്ന് വിടടാ. ബിയുലയുടെ ദൈവം പറയും, എന്നെ ഒന്ന് വിടടി, എനിക്ക് നീ പിടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ബിയുലെ ഭിതിയിലപ്പുറം ഹോണറിങ് വേറെ ഇല്ല. ദൂതൻ പറയും, എന്നെ ഒന്ന് വിട്, നേരം വെളുത്തു, എനിക്ക് പോണം. ഞാൻ പറയുന്നത്, കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ എനിക്ക് തിരിച്ചു തരണേ. ടൈം അലോൺ വിത്ത് ഗോഡ്. നമുക്കത് നമ്മുടെ ഈ ചർച്ചിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. നിങ്ങൾ 5 മണിക്ക് നിങ്ങൾക്ക് ഡ്യൂട്ടിയാണോ? 6 മണിക്ക് ഡ്യൂട്ടിയാണോ? എഴുന്നേൽക്കുന്നതിന് ഒരു അരമണിക്കൂർ നേരത്തെ കൂടെ എഴുന്നേക്ക്. ആ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേ. ആ അരമണിക്കൂറിനുള്ളത് ദൈവം തിരിച്ചു തരും. ദൈവം തരും. ടൈം അലോൺ വിത്ത് ഗോഡ്. ആ ഭാഗം ഒന്ന് ധ്യാനിക്കണേ. മല്ല് പിടിച്ചെന്നെഴുതി, റെസ്ലിംഗ് ചെയ്തെന്നെഴുതി. റെസ്ലിംഗ് ചെയ്ത രീതി ഹോശിയ പ്രവചനത്തിനകത്ത് എഴുതി. അവൻ എങ്ങനെയാണ് ചെയ്തേ? കരഞ്ഞ് അപേക്ഷിച്ചു. കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന യേശുവിനെ നിർത്തും. ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. അങ്ങയുടെ വിശ്വസ്തതകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ മഹത്വത്തിനായിട്ട് നന്ദി. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ചെയ്തെടുക്കുന്ന എല്ലാ ദൈവപ്രവർത്തികൾക്കായിട്ട് സ്തോത്രം. ഗബദ ഞങ്ങളുടെ ലൈഫിനെ തിരിക്കുന്നതായി മാറട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ്.